ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പുതിയൊരു വീക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ 3 ട്രേഡിംഗ് ദിനങ്ങൾ മാത്രമുള്ള ഒരു വളരെ മിനിമലായിട്ടൊരു ട്രേഡിംഗ് വീക്കിലേക്കാണ് കടക്കുന്നത്. ഇന്നലെയും അതിനോടൊപ്പം തന്നെ ഫ്രൈഡേയും ഇന്ത്യൻ വിപണികൾ അവധിയായിരിക്കും. ഇന്ത്യൻ വിപണികൾ മാത്രമല്ല, ഭൂരിഭാഗം ആഗോള വിപണികളും ഗുഡ് ഫ്രൈഡേ തുടർന്ന് വെള്ളിയാഴ്ച അവധിയായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥകളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ ഈ ഒരു വീക്കിൽ വിപണിക്ക് സാധിച്ചേക്കില്ല. ഏതായാലും ഇന്നിപ്പോൾ വിപണിയിലേക്ക് നോക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. വെള്ളിയാഴ്ചത്തെ ആ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് അതിനേക്കാളും മികച്ച ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ നിഫ്റ്റി 50 ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. പല അനലിസ്റ്റുകളും 23,000 മുതൽ 23,100 വരെയുള്ളൊരു റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ ഒരു ലെവലും മറികടന്നുകൊണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ 23,283.4 എന്ന നിലയിൽ ഏകദേശം ഒരു 466 പോയിന്റ്സിന്റെ അപ്സൈഡ് മൂവ്മെന്റ് ആണ് ഇന്നിപ്പോൾ ആദ്യ 15 മിനിറ്റുകൾ പിന്നിടുമ്പോഴേക്കും വിപണിയിൽ കാണുന്നത്. ഏകദേശം 2% നേട്ടം കാണുന്നുണ്ട്. എല്ലാ സെക്ടേഴ്സും, ഭൂരിഭാഗം സെക്ടേഴ്സിലും ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിലും ആ ഒരു ഗ്യാപ്പ് അപ്പ്, തുടക്കത്തിൽ വലിയൊരു സ്പൈക്ക് ഉണ്ടാകുകയും ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തിയെങ്കിൽ പോലും ഹൈ ലെവൽസിൽ നിലനിർത്തുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത ഹൈ ലെവൽസ് കൺസോൾഡേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സിനെ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഇന്നും ഒരു പക്ഷേ അത്തരത്തിലൊരു മൂവ്മെന്റ് ആണോ, അതോ ഇവിടെ നിന്ന് വീണ്ടും വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് മൂവ്മെന്റിലേക്ക് പോകുമോ എന്നുള്ളത് തന്നെയാണ് ഇന്ന് നിക്ഷേപകർ ഏറെ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഓവർനൈറ്റിൽ നിന്നും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനങ്ങൾ വീണ്ടും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സർപ്രൈസ് ഉണ്ടായിരിക്കുകയാണ്. ഇലക്ട്രോണിക് ഗുഡ്സിനകത്ത് സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ് അടക്കമുള്ള ഇലക്ട്രോണിക് ഗുഡ് ഐറ്റംസിന് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫുകൾ നിലവിൽ ആപ്ലിക്കബിൾ ആയിരിക്കുകയില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടൊരു മൂവ്മെൻ്റ് ആണ്. ഒരു പക്ഷേ യു എസിലേക്ക് ഏറ്റവും അധികം യുഎസിൻ്റെ ഒരു ഇമ്പോർട്ട് പരിശോധിക്കുന്നത് അതിൻ്റെ ഒരു വലിയൊരു പോർഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തന്നെ ഇലക്ട്രോണിക് ഗുഡ് ഐറ്റംസ് തന്നെ ആയിരിക്കും. അത് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള ഈ ഒരു ട്രംപിന്റെ തീരുമാനത്തോട് ഇന്ത്യൻ വിപണികളടക്കമുള്ള വിപണികൾ പോസിറ്റീവ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ആദ്യം 15 മിനിറ്റുകൾ പിന്നിടുമ്പോഴേക്കും അഡ്വാൻസ് ഡിക്ലറേഷൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ ബുൾസിന്റെ വളരെ ശക്തമായിട്ടുള്ള ഡൊമിനൻസ് തന്നെയാണ് വിപണികൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായിട്ടുള്ള ആ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. 46 ഓഹരികൾ നേട്ടം നൽകുമ്പോൾ 4 ഓഹരികൾ മാത്രമാണ് ഇടിവിലേക്ക് പോയിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ്, L&T, ശ്രീറാം ഫൈനാൻസ്, M&M, HDFC ബാങ്ക് തുടങ്ങിയ നിഫ്റ്റി 50 എല്ലാ ഭീമന്മാരുടെയും ഓഹരികളിൽ വളരെ ശക്തം, വളരെ മൈന്യൂട്ട് എന്ന് പോലും പറയാൻ സാധിക്കാതെ 3% മുതൽ 4.5% മുകളിലുള്ള ഒരു കുതിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഇനി ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ ഇന്ത്യ, ഏഷ്യൻ പെയിന്റ്സ്, കൊട്ടക് ബാങ്ക് തുടങ്ങിയ ഓഹരികളാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരല്പം പിന്നോട്ട് നിൽക്കുന്നത് FMCG കമ്പനികളാണ് എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം തന്നെ കൊട്ടക് ബാങ്കും ഒരു ഫ്ലാറ്റ് ലോ ടോണിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇടിവിലാണ് എങ്കിൽ പോലും വളരെ ഹെവി ആയിട്ടൊരു സെൽ ഓഫ് ഒന്നും നമുക്ക് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒഴികെയുള്ള ഓഹരികൾ കാണാൻ സാധിക്കുന്നില്ല. കൂടുതലായിട്ടും ഒരു 0.3% മുതൽ 0.1% വരെ ഉള്ളൊരു ഇടിവിലേക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഓഹരികളൊക്കെ നീങ്ങിയിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും വളരെ പോസിറ്റീവായിട്ടൊരു മൂവ്മെൻറ്റ് തന്നെയാണ്. ഏകദേശം തുടക്കം തന്നെ 1,100-ലധികം പോയിന്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഈ ഒരു ആദ്യത്തെ 15 മിനിറ്റുകൾ പിന്നിടുമ്പോഴേക്കും രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും ആഴ്ചകൾക്ക് ശേഷം 52,000 എന്നൊരു ലെവൽ റീക്ലെയിം ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്കിന് സാധിച്ചിരിക്കുന്നത്. 1,141.5 പോയിന്റ്സിന്റെ അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തിക്കൊണ്ട് 52,149 എന്നൊരു നിലയിലേക്ക് ഉയരാനായിട്ട് നമുക്ക് നിഫ്റ്റി ബാങ്ക് ഉയർന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കൺസോൾട്ടേറ്റഡ് മോഡിലേക്ക് തന്നെയാണ് നിഫ്റ്റി ബാങ്ക് പോയിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ഏറ്റവും അധികം ലീഡ് ചെയ്യുന്ന സെക്ടറുകൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ റിയൽറ്റി, അതിനോടൊപ്പം തന്നെ ഓട്ടോ, ഒപ്പം നിഫ്റ്റി ബാങ്ക് സൂചിക എന്നീ സെക്ടേഴ്സാണ് ഏറ്റവും അധികം നിഫ്റ്റിക്ക് സപ്പോർട്ടായിട്ട് മാറിയിരിക്കുന്നത്. ഒപ്പം നിഫ്റ്റി മെറ്റൽ, ഫാർമ തുടങ്ങിയ ഓഹരികളിലും വളരെ ശക്തമായിട്ട് അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ് നമുക്കിന്നിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ മാർക്കറ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ മറ്റ് ഫണ്ടമെന്റൽ ആസ്പെക്ട്സും ഒക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിന് നമ്മളോടൊപ്പം ഇന്നിപ്പോൾ ജോയിൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും 2 ഗസ്റ്റുകളാണ്. ഒന്ന് ഇൻഹൗസ് എക്സ്പേർട്ടായിട്ടുള്ള മിസ്റ്റർ പ്രദീപ് ചന്ദ്രശേഖരൻ സാറും അതിനോടൊപ്പം തന്നെ അഹല്യ ഫിൻഫോറക്സിന്റെ വൈസ് പ്രസിഡന്റും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറുമാണ്. ആദ്യം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് പ്രദീപ് സാറാണ്. Sir, good morning and welcome to the show.
മോർണിംഗ് അല്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ഇന്നിപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് നോക്കുകയാൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ ആ ഒരു ഇൻട്രാഡേക്ക് മൂവ്മെൻറ്റിന് സമാനമായ തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് തന്നെയാണ് ഇന്നും കാണാൻ സാധിച്ചത്. ഒരുപക്ഷെ ആ ഒരു വെള്ളിയാഴ്ചത്തെക്കാളും ഒരല്പം കൂടി സ്ട്രോങ് ആയിട്ട് ബുൾസിൻ്റെ ഒരു കമ്മിങ് ബാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നിലവിൽ ഏകദേശം 400-ലധികം പോയിന്റ്സിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ഇന്നിപ്പോൾ നിഫ്റ്റി 50-ൽ കാണുന്നത്. 23,300 എന്നൊരു നിലയിൽ ട്രേഡിംഗ് ദിനങ്ങൾ കുറവാണ്. എന്നിരുന്നാൽ പോലും ബുൾസിന് അല്ലെങ്കിൽ മാർക്കറ്റിന് കോൺഫിഡൻസ് തിരിച്ചു വരുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. മാർക്കറ്റിന്റെ ഈ ഒരു പ്രത്യേകിച്ച് നിഫ്റ്റിയുടെ ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് ടെക്നിക്കലി നോക്കിക്കാണുന്നത്? അല്ല, നമ്മൾ നിഫ്റ്റി 50 സ്റ്റഡി ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് നിഫ്റ്റി 50-ൽ കാണാൻ സാധിച്ചത്. അതിന്റെ പ്രധാന കാരണം നാച്ചുറലി അത് ട്രംപിന്റെ ആ ഒരു ടാരിഫ് നയത്തെ തുടർന്നായിരുന്നു. ബട്ട് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസ് നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു ഷോർട്ട് കവറിങ്ങും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് കാലത്ത് നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ബട്ട് അതിന്റെ പ്രധാന കാരണം നമുക്ക് കഴിഞ്ഞ 3 ദിവസങ്ങൾ ട്രേഡിംഗ് അവധികളായിരുന്നു. സോ ഒത്തിരി ഷോർട്ട് കവറിങ് നാച്ചുറലി നടക്കാനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തായിരിക്കണം ഇത്രയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് ഇരിക്കുന്നത്. നൗ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് കാര്യമായിട്ടൊരു ബൈയിങ് അവസരങ്ങളില്ല. സിലക്റ്റീവായിട്ട് ചില സ്റ്റോക്സിലുണ്ട്. അത് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ തന്നെ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ 23,400 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഇൻഡെക്സുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എല്ലാ സെക്ടേഴ്സിലും നമുക്ക് പേരിന് പോലും ഒരു ഇടിവിലേക്ക് നീങ്ങുന്ന സെക്ടർ എന്ന് പറയാൻ സാധിക്കുന്നില്ല. എല്ലാ സെക്ടേഴ്സിലും അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാൽ പോലും നിഫ്റ്റി ബാങ്ക് ഇന്നിപ്പോൾ ഒരു വലിയൊരു ഔട്ട് പെർഫോമൻസ്, ഒരു പക്ഷേ നിഫ്റ്റിനേക്കാളും ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്നതായിട്ടാണ് കാണുന്നത്. ഏകദേശം ഒരു 1,166 പോയിന്റ് എന്നൊരു നിലയിലേക്കാണ് നിഫ്റ്റി ബാങ്ക് എത്തിയിരിക്കുന്നത്. 52,000 എന്നൊരു ലെവൽ വീണ്ടും റീക്ലെയിം ചെയ്തിരിക്കുകയാണ്. നിഫ്റ്റി ബാങ്കിലുള്ള ഈ ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ഇപ്പോൾ RBIയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഡോവിഷ് ആയിട്ടുള്ള നടപടികളൊക്കെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും നിഫ്റ്റി ബാങ്കിന്റെ ഈ ഒരു മൂവ്മെന്റിന് ഒരു ലോങ് ടേം നിക്ഷേപകൻ വിലയിരുത്തേണ്ടത്? നിഫ്റ്റി ബാങ്ക് നമ്മൾ ഈ കഴിഞ്ഞ മാർച്ചിന് ശേഷം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 ഔട്ട് പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ ആ ടാരിഫ് നയത്തെ 50-ൽ അത്രയും വലിയൊരു സെൽ ഓഫ് കണ്ടപ്പോൾ പോലും നിഫ്റ്റി ബാങ്കിൽ അത്രയും ശക്തമായിട്ട് നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അതിന്റെ മെയിൻ റീസൺ കോട്ടക് ബാങ്ക്, അതുപോലെ തന്നെ ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് മുതലായ ലാർജ് ക്യാപ്പ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലൊക്കെ നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ഇന്നിപ്പോ നിഫ്റ്റി 50യോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർച്ച് മാസത്തിൽ കണ്ടിരിക്കുന്ന ആ ഒരു ഹൈ ലെവലിന്റെ മുകളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ദിസ് ഇസ് വെരി വെരി പോസിറ്റീവ്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇപ്പോൾ ബുള്ളിഷായി തന്നെ തുടരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻസ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഷോർട്ട് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. അതിനോടൊപ്പം തന്നെ നമുക്ക് നിഫ്റ്റി ഓട്ടോയിലേക്ക് കൂടി കിടക്കണം. ഒരുപക്ഷെ ഇന്നത്തെ ഒരു ആദ്യത്തെ 15 മിനിറ്റുകൾ പിന്നെ ഒരു സ്റ്റാർ ഓഫ് ദ ഡേ ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു സെക്ടറായിട്ട് നിഫ്റ്റി ഓട്ടോ മാറുന്നുണ്ട്. പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ചപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇന്ത്യൻ വിപണി അടക്കമുള്ള ആഗോള വിപണികളെ നയിക്കുന്നത് ട്രംപിന്റെ വാക്കുകൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രംപ് അപ്രതീക്ഷിതമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ഒരു താരിഫ് നയത്തിൽ വരുന്ന ഇളവുകളാണ് വിപണികളെ ഉത്തേജിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അതിൽ എടുത്തു പറയേണ്ടത് ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചാണ്. പക്ഷേ ഈ ഒരു താരിഫിന്റെ നയം വന്നപ്പോൾ ഏറ്റവും അധികം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു സെക്ടറായിരുന്നു ഓട്ടോ എന്ന് പറയുന്നത്. ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു ബ്രീത്തിങ് സ്പേസ് നിലവിലുള്ള ഓട്ടോ അവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന ഓട്ടോ കമ്പനികൾക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് നൽകാനായിട്ട് ഇപ്പോൾ ട്രംപ് തയ്യാറായിരിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റ് മെക്സിക്കോയിലും കാനഡയിലും ഒക്കെ പ്രൊഡക്ഷൻ നടത്തുന്നിടത്തുനിന്ന് US കൊണ്ടുവരാൻ ഓട്ടോ കമ്പനികൾക്ക് ഒരു അല്പം ടൈം ആവശ്യമാണ് എന്നത് അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് താരിഫിലൊരു നേരിയ തരത്തിലുള്ള ഒരുപക്ഷെ ഇളവുകൾ കൊണ്ടുവന്ന
വന്നേക്കാം എന്നൊരു സൂചന കൂടി തന്നിട്ടുണ്ട്. ഏതായാലും അതിനോട് ഇന്ത്യയിലെ ഓട്ടോ സൂചിക വളരെ പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തത്. ഒരു പക്ഷേ ഈ ഒരു സമീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ് തന്നെയാണ് നമുക്ക് ഓട്ടോ സെക്ടറിൽ കാണാൻ സാധിക്കുന്നത്. 630-ലധികം പോയിന്റ്സിന്റെ ഒരു അപ്സൈഡ് മൂവ്മെന്റ് രേഖപ്പെടുത്തി 21,185.15 എന്നൊരു നിലയിലേക്ക് ഉയരാനായിട്ട് ഇപ്പോൾ നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിന് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിലുള്ള ഈ ഒരു മൂവ്മെന്റ് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു റിക്കവറി ആണോ അതോ ഒരു ലോങ് ടേം നിക്ഷേപകൻ എന്ന നിലയിൽ ട്രെൻഡ് റിവേഴ്സലിനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഇതിൽ ആദ്യം തന്നെ പ്രേക്ഷകർ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ഒരു ദിവസം ഒരു കാര്യം പറയും, അടുത്ത ദിവസം അതിന് നേരെ വിപരീതമായിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തുന്നത്. ആസ് ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഒരിക്കലും അത്തരം അനൗൺസ്മെന്റ്സിനെ നമ്മൾ വിശ്വസിച്ചിട്ട് ഒരിക്കലും ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ അതിന് അങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നുണ്ടെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്ത് അത് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കെയർഫുൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. സോ ഓട്ടോ മേഖല നോക്കുമ്പോഴേക്കും ട്രംപിന്റെ ടാരിഫ് നയത്തിന് മുൻപ് തന്നെ ഓട്ടോ മേഖലയിൽ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഇൻഫാക്ട് നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നിഫ്റ്റി 50യോടൊപ്പം തന്നെ ടോപ്പ് ഔട്ട് ചെയ്ത ഒരു ഇൻഡെക്സ് ആയിരുന്നു നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ്. ബട്ട് മാർച്ച് മാസത്തിലൊക്കെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നിഫ്റ്റി 50യിലും ഒക്കെ നമ്മളൊരു റിക്കവറി കണ്ടെങ്കിലും നമുക്ക് അത്തരം ഒരു റിക്കവറി നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു റിക്കവറി അറ്റ് ദ മൊമെന്റ് നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ബട്ട് 1-2 സെഷൻസിൽ കൂടെ ഇതേപോലെ ഒരു ബൈയിങ് ഇരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ഇതിൽ എനിക്ക് പേഴ്സണലി പൊസിഷൻ ഉള്ള ഒരു ഓട്ടോ സ്റ്റോക്ക് ബജാജ് ഓട്ടോ. ആൻഡ് ബജാജ് ഓട്ടോയുടെ കേസിൽ എനിക്കൊരു നല്ല സെറ്റപ്പ് ഫോം ചെയ്തതായിട്ട് തോന്നുന്നത് 8,200 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ബജാജ് ഓട്ടോയിൽ കാണാൻ സാധിക്കും. സർ, ബജാജ് ഓട്ടോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ഒരു കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെയും നിക്ഷേപകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓട്ടോ ഓഹരികളിൽ ഒന്നായിരുന്നു ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അതിനുശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ട് നിക്ഷേപകരുടെ പ്രതീക്ഷകളെ പാടെ തകർത്തുകൊണ്ട് ഇടിവിലേക്ക് പോയ ഒരു ഓഹരി കൂടിയാണ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഇത് ട്രംപിന്റെ താരിഫ് നയവുമായി ബന്ധപ്പെട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ ടാറ്റ മോട്ടോഴ്സിന്റെ JLR ഷിപ്മെന്റ് US-ലേക്ക് ഇപ്പോൾ ഷിപ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ വരെ എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു പ്രഖ്യാപനത്തോടെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിട്ട് നിക്ഷേപകർ വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാട്ടുന്നുണ്ട്. ഏകദേശം ഒരു 4% ഒരു നേട്ടം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു നിഫ്റ്റി 50ലും തന്നെ ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് മാറാൻ ടാറ്റ മോട്ടോഴ്സിന് സാധിക്കുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിൽ ഇനി പ്രധാനമായിട്ടും താങ്കളുടെ ഒരു ഫോക്കസിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയായിരിക്കും? അല്ല, അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ മോട്ടോഴ്സിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപിന്റെ ഓരോ അനൗൺസ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യുന്ന വളരെ വളരെ റിസ്കി ആയിരിക്കും. സോ ടാറ്റ മോട്ടോഴ്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ആഴ്ച ഇതിന്റെ ഒരു 52 വീക്ക് ലോ നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് ഇതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 680 രൂപയുടെ റെസിസ്റ്റൻസ് ടാറ്റ മോട്ടോഴ്സ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സർ, അതിനോടൊപ്പം തന്നെ നമുക്കൊരു മറ്റൊരു പർട്ടിക്കുലർ സെഗ്മെന്റിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഗോൾഡ് ലോൺ കമ്പനികൾ അഥവാ NBFCകളുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസിലേക്കാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ഒരു വീക്കൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ സ്വർണം അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോയപ്പോൾ പോലും ഇന്ത്യയിലെ പ്രത്യേകിച്ച് മുത്തൂർ ഫിനാൻസ്, മണപ്പുറം പോലെ ഈ മേഖലയിൽ ഗോൾഡ് ലോണിൽ തന്നെ അധികായന്മാരുടെ ഓഹരികൾ പരിശോധിക്കുമ്പോഴേക്കും അത്ര ഒരു പോസിറ്റീവ് മൊമെന്റം ആ ഒരു ഗോൾഡ് വിലയ്ക്ക് പിന്നാലെ കുതിക്കാനായിട്ട് ഈ കമ്പനികളുടെ ഒന്നും ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രധാനമായിട്ടും RBI ഭാഗത്ത് നിന്ന് MPC യോഗത്തിൽ ഈ ഒരു ഗോൾഡ് ലോണിൽ വളരെ വ്യക്തമായിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരും, അത് അന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നതടക്കമുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ തുടർന്നാണ് അത്തരത്തിലുള്ള ഇടിവിലേക്ക് പോയത്. എന്നാൽ പിന്നീട് RBI തന്നെ വ്യക്തമാക്കുന്നു നിലവിൽ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും തന്നെ പോകില്ല എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ ആ ഒരു അവിടെ നിന്നൊരു തിരിച്ചു കയറുന്ന ഇടയ്ക്ക് തന്നെ മറ്റൊരു
കോമ്പറ്റീറ്റർ ആയിട്ട് വരാൻ പോകുന്ന ഒരു കമ്പനി പൂനാവാല ഫിൻകോർപ്പാണ്. ഗോൾഡ് ലോൺ ബിസിനസ്സിലേക്ക് പൂനാവാല ഫിൻകോർപ്പ് എത്തുന്നു എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അവരുടെ ഒരു ബിസിനസ് എക്സ്പാൻഷൻ ഓഫ് പ്ലാന്റെ ഭാഗമായിട്ട് ഏകദേശം 400 പുതിയ ബ്രാഞ്ചസ് Tier 2 ആൻഡ് Tier 3 സിറ്റീസിൽ ഓപ്പൺ ചെയ്യുമെന്ന് കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മുത്തൂറ്റിനെ പോലെ ഈ ഒരു മേഖലയിൽ നിലവിൽ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മാർക്കറ്റ് പ്ലെയർ നിലയിൽ പൂനാവാല കൂടി എത്തുന്നത് കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇനി പൂനാവാല ഫിൻകോർപ്പിൻ്റെ ഓഹരികളിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂസിനോട് നിക്ഷേപകർ വളരെ പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 1.25% ഒരു മുന്നേറ്റം ഇപ്പോൾ രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പൂനാവാല ഫിൻകോർപ്പിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പൂനാവാല ഫിൻകോർപ്പിന്റെ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ കഴിഞ്ഞ 2-3 ആഴ്ചകൾ നൽകിയിരിക്കുന്ന ഒരു ബൈങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ പൂനാവാലയുടെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് 360-380 ഈ റേഞ്ചിലെ റെസിസ്റ്റൻസ് കാണുന്നത്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. സർ, അതിനോടൊപ്പം തന്നെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള മറ്റ് കമ്പനികളുടെ ഒരു ടെക്നിക്കൽ സൈഡ് കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. ഒപ്പം തന്നെ ഫണ്ടമെന്റൽ സൈഡ് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മുത്തൂറ്റ് ഫിനാൻസ് തന്നെയാണ്. മുത്തൂറ്റ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് നേരിയ തോതിലുള്ള ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു ഓഹരി പോയിരിക്കുന്നത്. കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്നിപ്പോൾ 1.36% ഒരു നേട്ടം നിലനിർത്താനായിട്ട് ഇപ്പോൾ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഓഹരികൾക്ക് സാധിക്കും. മുത്തൂറ്റ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒപ്പം തന്നെ ഫണ്ടമെന്റലി ഈ ഒരു സ്റ്റോക്കിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ആദ്യം തന്നെ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. മുത്തൂറ്റ് ഫിനാൻസിൽ എനിക്ക് ഓൾറെഡി ഒരു ലോങ് ടേം പൊസിഷൻ ഉണ്ട്. ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു പൊസിഷനാണ്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ഞാൻ ഒത്തിരി ഹെഡ്ജിങ്ങും ഓപ്ഷൻസ് മാർക്കറ്റിൽ ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലോഷർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫൈനാൻസ് മേഖലയിലുള്ള ഒരു കമ്പനിയാണ് മുത്തൂറ്റ് ഫിനാൻസ്. സോ ഈ സ്റ്റോക്ക് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 4-5 മാസത്തിനിടെ ഇതിന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ മാസം ഈ സ്റ്റോക്ക് നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ നൽകിയത്. നാച്ചുറലി അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു അല്പം വാല്യുവേഷൻ ഓവർ സ്ട്രെച്ച്ഡ് ആയിരുന്നു. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു റൂമർ വന്നതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഒരു നേരിയ സെൽ ഓഫും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സെൽ ഓഫിനെ തുടർന്ന് സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്ന 1960 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ നമുക്ക് പ്രതീക്ഷിക്കാം. As far as financials are concerned, ഈ സ്റ്റോക്കിന്റെ ഒരു പി റേഷ്യോ എന്ന് പറയുന്നത് 17 ഇപ്പൊ കാണാൻ സാധിക്കുന്ന നല്ല റിട്ടേൺ ഓൺ ക്യാപിറ്റൽ 13% ഈ സ്റ്റോക്ക് നമുക്ക് നൽകുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു റവന്യൂ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ 4,423 കോടി രൂപയായിരുന്നു ഇതിന്റെ ടോട്ടൽ റവന്യൂ. അത് സെപ്റ്റംബർ ക്വാർട്ടറിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴേക്കും 4,117 കോടിയായിരുന്നു സെപ്റ്റംബർ മാസത്തിൽ ഈ കമ്പനിയുടെ ക്വാർട്ടർലി റവന്യൂ. പ്രോഫിറ്റ്സ് അതേസമയം സെപ്റ്റംബർ ക്വാർട്ടറിൽ 1,251 കോടി രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ലാസ്റ്റ് ക്വാർട്ടറിൽ 1,363 കോടിയായിട്ട് വർദ്ധിച്ചിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ കംപ്ലീറ്റ് ചെയ്യുക മാർച്ച് ക്വാർട്ടറിൽ എനിക്ക് തോന്നുന്നത് ഈ കമ്പനിയുടെ പെർഫോമൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള മണപ്പുറം ഫിനാൻസിനെ കൂടി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. കാരണം മണപ്പുറം ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു മാസമൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ബെയിൻ ക്യാപിറ്റൽ അടക്കമുള്ള ആഗോളതരത്തിലുള്ള നിക്ഷേപകരൊക്കെ ഈ ഒരു ഓഹരിയിലേക്ക് എത്തുന്നു എന്നടക്കമുള്ള ന്യൂസുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഓഹരികളുടെ ഒരു ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ പലപ്പോഴും പല തരത്തിലുള്ള വളരെ ശക്തമായിട്ട് കറക്ഷൻ നേരിട്ടപ്പോൾ പോലും ആ ഒരു ഇടിവിനെ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു പരിധിവരെ മണപ്പുറം ഫിനാൻസ് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഒരു
ഫ്ലാറ്റിഷ് ടോണിൽ 225.82 എന്നൊരു നിലയിലേക്കാണ് ഓഹരികൾ എത്തിയിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ലോ ടോൺ എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ആദ്യത്തെ ഒരു 15 മിനിറ്റുകൾ പിന്നിടുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് പോകുന്ന ഒരു ഓഹരിനെയാണ്. തുടക്കത്തിൽ ഒരു അപ്സൈഡ് മൂവ്മെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ ഒരു സെൽ ഓഫ് ആണ് നേരിട്ടിരിക്കുന്നത്. ഒരു ലോ ടോണിലേക്ക് എത്തിയിട്ടുമുണ്ട്. മണപ്പുറം ഫിനാൻസിനെ താങ്കൾ എങ്ങനെയാണ് ഒരു ലോങ് ടേം നിക്ഷേപകൻ എന്ന നിലയിൽ വിലയിരുത്തുന്നത്? അതിന്റെ ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് താങ്കൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോസ് ആൻഡ് കോൺസ്? സോ മണപ്പുറം ആൻഡ് മുത്തൂറ്റ് ഫിനാൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും മുത്തൂറ്റ് ഫിനാൻസിന് ഒരു മാർക്കറ്റ് ക്യാപ്പ് 80,000 കോടിക്ക് മുകളിലാണ് മുത്തൂറ്റ് ഫിനാൻസിന്റെ മാർക്കറ്റ് ക്യാപ്പ്. സോ മുത്തൂറ്റ് ഫൈനാൻസിന്റെ ഒപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും മണപ്പുറം ഫിനാൻസിന് ഏകദേശം ഒരു 19 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പേ ഉള്ളൂ. സോ കമ്പയർഡ് ടു മുത്തൂറ്റ് ഫിനാൻസ് മണപ്പുറം കുറെ കൂടെ ഒരു ചെറിയ കമ്പനിയാന്നുള്ള ഒരു കാര്യം മറക്കരുത്. ബട്ട് സ്റ്റോക്കിന്റെ പി റേഷ്യോ, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇതൊക്കെ നോക്കുമ്പോഴേക്കും ഇത് രണ്ടിന്റെയും കമ്പയറബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആൻഡ് റവന്യൂ വെച്ച് നോക്കുമ്പോഴേക്കും ഡിസംബർ ക്വാർട്ടറിൽ ഈ കമ്പനിക്ക് 2,560 രൂപയുടെ റവന്യൂ ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ഇത് സെപ്റ്റംബർ മാസത്തിന്റെ ക്വാർട്ടർലി റവന്യൂ വെച്ച് നോക്കുമ്പോൾ അല്പം കുറവായിരുന്നു. കാര്യം സെപ്റ്റംബർ ക്വാർട്ടറിൽ 2,633 കോടിയുടെ റവന്യൂ ഈ കമ്പനിക്ക് നൽകാൻ സാധിച്ചിരുന്നു. പ്രോഫിറ്റ്സ് നോക്കുമ്പോഴേക്കും അതിനേക്കാൾ കുറച്ച് മോശമായിരുന്നു. കാര്യം സെപ്റ്റംബർ മാസത്തിൽ 572 കോടി രൂപയായിരുന്നു ഇതിന്റെ നെറ്റ് പ്രോഫിറ്റ്. അത് ഓൾമോസ്റ്റ് ഒരു പകുതിയായിട്ട് കുറഞ്ഞിരുന്നു. ഒരു 278 കോടി രൂപ പ്രോഫിറ്റ് ഈ സ്റ്റോക്കിന് നൽകാൻ സാധിച്ചിരുന്നുള്ളൂ. ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ഈ ബ്രെയിൻ ക്യാപിറ്റലിന്റെ ആ ഒരു സ്റ്റേക്ക് എടുക്കുന്നു എന്നൊരു വാർത്ത വന്നതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം നമ്മുടെ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 205 രൂപയുടെ സപ്പോർട്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 240 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ മറ്റൊരു സെക്ടറിലേക്ക് കൂടി കിടക്കേണ്ടത്, അത് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഒരു താരിഫ് പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും അധികം ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ ഫാർമ മേഖലയാണ്. ഒരു പക്ഷേ ഇന്ത്യൻ കമ്പനികളുടെ, അതായത് ഇപ്പോൾ മറ്റ് സെക്ടേഴ്സൊക്കെ പരിശോധിക്കുകയാണ് എങ്കിൽ പോലും ഏറ്റവും അധികം റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഫാർമ തന്നെയാണ്. കാരണം US-നെ സംബന്ധിച്ചിട്ട് ജനറിക് മെഡിസിൻ്റെ ഒരു ഹബ്ബാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ട്രംപിൻ്റെ തീരുമാനങ്ങൾ, താരിഫുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളുടെ എല്ലാം ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഈ ഒരു ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏപ്രിൽ തൊട്ടുള്ള ഒരു ചാർട്ട് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ചില ദിവസങ്ങൾ ഗ്യാപ്പ് അപ്പ്, പിന്നെ ഗ്യാപ്പ് ഡൗൺ, പിന്നീട് അവിടെ നിന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്നൊരു നിലയിലേക്കാണ് ഈ ഒരു സെക്ടർ എത്തിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു 1.5% മുകളിലുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് 20,830 എന്നൊരു നിലയിലേക്കാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു എങ്കിൽ പോലും അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നിഫ്റ്റിയുടെ ഫാർമ സെക്ടറിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, എനിക്ക് ഫാർമ സെക്ടർ എൻ്റെ ഒരു ഫേവറേറ്റ് സെക്ടറായിട്ട് ഞാൻ വിലയിരുത്തത്തില്ല. കാര്യം അനില സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ഒത്തിരി എക്സ്പോർട്സ് നൽകുന്ന ഇറ്റ് ഇസ് ടു ദ അമേരിക്കൻ മാർക്കറ്റ്. സോ അമേരിക്കൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ FDA ഒരു ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിനും നമുക്ക് വലിയൊരു സെൽ ഓഫ് കാണാൻ സാധിക്കുന്നത്. സോ അത്തരം ഒരു വോളറ്റിലിറ്റി ഉള്ളതിനെ തുടർന്ന് ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ വിത്ത് ദി ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. എസ്പെഷ്യലി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും പുതിയ ടാരിഫ് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ത്രെറ്റ് നൽകുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നില്ല. ആസ് ഫാർ ആസ് ദ ഫാർമ ഇൻഡെക്സ് ഇസ് കൺസേൺ, അറ്റ് ദ മൊമെന്റ് ഇതിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇത് ഒരു സേഫ് സോണിലോട്ട് എത്തണമെങ്കിൽ ഇൻഡെക്സ് 22,100 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആയിരിക്കത്തില്ല. സോ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക.
യെസ് സർ, അതിനോടൊപ്പം തന്നെ ഫാർമയിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു താങ്കളുടെ അത്ര ഒരു ഫേവറേറ്റ് സെക്ടർ അല്ല. കാരണം ഈ ആഗോളതലത്തിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ഇവൻറ്റ്സിനോടും വളരെ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മേഖലയാണ്. ഒരു പക്ഷേ ഒരു കൺസിസ്റ്റൻസി ആ ഒരു തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഫാർമ സെക്ടറിന് ഇൻവെസ്റ്റേഴ്സിന് നൽകാൻ സാധിക്കുകയില്ല. പക്ഷേ ഇതിലിപ്പോൾ എടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് അജന്ത ഫാർമയാണ്. കാരണം അജന്ത ഫാർമയെ സംബന്ധിച്ച് പലപ്പോഴും ഡോക്ടർ റെഡ്ഡി, സൺ ഫാർമ പോലെയുള്ള ഒരു മേജർ പ്ലേയേഴ്സിനിടയിൽ പലപ്പോഴും അത്ര ശ്രദ്ധിക്കപ്പെടാത്തൊരു ഓഹരിയാണ് അജന്ത ഫാർമ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. കാരണം കാര്യമായിട്ടൊരു വോളിയത്തിലൊന്നും നിലവിൽ ഇപ്പോൾ അത്ര വോളിയത്തിലൊന്നും തന്നെ ട്രേഡിംഗ് നടക്കുന്നതുമല്ല. പക്ഷേ ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിട്ട് ബ്രോക്കറേജിന് പ്രത്യേകിച്ചും ജെഫ്രീസിന്റെ ഭാഗത്ത് നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ചില അപ്ഡേഷൻസ് ആണ് എത്തിയിരിക്കുന്നത്. അതായത് നിലവിൽ ഓഹരികളെ സംബന്ധിച്ച് 2027 സാമ്പത്തിക വർഷം വരെ വളരെ പോസിറ്റീവായിട്ടൊരു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് കമ്പനിക്ക് സാധിക്കുമെന്നാണ് ഇപ്പോൾ ജെഫ്രീസിലെ അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കമ്പനിയുടെ ജിയോഗ്രാഫിക്കൽ മിക്സ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും മറ്റ് പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അല്പം കൂടി മെച്ചപ്പെട്ട സ്ഥിതിയിലാണ് കമ്പനിയുടെ നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ജിയോഗ്രാഫിക്കൽ മിക്സ് നിലനിൽക്കുന്നതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രധാനപ്പെട്ടിട്ടുള്ള കീ മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യാനുള്ള കമ്പനിയുടെ സ്ട്രാറ്റജീസും ഒക്കെ വളരെ ബലവത്തായിട്ട് മാറുന്നുണ്ടെന്നും ഒപ്പം കമ്പനിയുടെ പദ്ധതികളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതും വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുകൂടിയാണ് ജെഫ്രീസ് അനലിസ്റ്റുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അതിനോടൊപ്പം തന്നെ മറ്റ് കമ്പനികളൊക്കെ US-ലേക്കാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നതെങ്കിൽ അജന്ത ഫാർമയെ സംബന്ധിച്ചിട്ട് കമ്പനിയുടെ 70% കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ഇന്ത്യയും ഏഷ്യയും ആഫ്രിക്കയുമാണ്. അതായത് ഈ ഒരു തമ്പിൻ്റെ താരിഫ് നയങ്ങളൊന്നും ഒരുപക്ഷെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് അജന്ത ഫാർമയെ സൂചിപ്പിക്കാം. അജന്ത ഫാർമയുടെ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് താങ്കളുടെ? അല്ല, ഞാൻ ടെക്നിക്കൽസിലോട്ട് വരുമ്പോഴേക്കും ഇതിൻ്റെ കമ്പനിയുടെ ചില പോസിറ്റീവ്സും ചില നെഗറ്റീവ്സും ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഏറ്റവും ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് കമ്പനിക്ക് കാര്യമായിട്ട് ഡെറ്റ് ഒന്നും തന്നെ ഇല്ല. കമ്പനിക്ക് നല്ലൊരു ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഉണ്ട്. അവരുടെ ഒരു ടോട്ടൽ പ്രോഫിറ്റിന് ഓൾമോസ്റ്റ് ഒരു 35% ഈ കമ്പനി ഡിവിഡൻഡായിട്ട് നൽകാറുണ്ട്. ബട്ട് എങ്കിലും ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ അല്പം ഹൈ ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിന്റെ ഒരു PE എന്ന് പറയുന്നത് 36. ഇത് ഈ സ്റ്റോക്ക് 8.7 ടൈംസ് ഇറ്റ്സ് ബുക്ക് വാല്യൂ. ഇതിന്റെ ബുക്ക് വാല്യൂ നിലവിൽ 294 രൂപയിലാണ് നിലനിൽക്കുന്നത്. സോ ഓൾമോസ്റ്റ് 8 ടൈംസ് ഇതിന്റെ ബുക്ക് വാല്യൂവിന്റെ മുകളിൽ ഇത് ട്രേഡിംഗ് നടത്തി വരുന്നത്. ഫ്രം എ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ 4-8 മാസങ്ങളായിട്ട് വലിയൊരു സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 3500 രൂപയായിരുന്നു ഇതിന്റെ ഒരു പീക്ക് ലെവൽ. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിലായിരുന്നു ഇതിൽ വലിയൊരു സെൽ ഓഫ് നടന്നിട്ട് ഒരു ബോട്ടം 2000 രൂപയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മാർക്കരുത്. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ നമ്മൾ 2750 രൂപയുടെയും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 2950 രൂപയുടെയും റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. യെസ് സർ, അതിനോടൊപ്പം തന്നെ നമുക്ക് ബാങ്കിങ് സെക്ടറിലെ കൂടി ഒന്ന് വരേണ്ടതുണ്ട്. കാരണം ഈ ഒരു വീക്കിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ ഒരു സാറ്റർഡേയോട് കൂടി പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു ബാങ്കിങ് മേഖലയിലെ കമ്പനികളുടെ ഇപ്പോൾ അതിനകത്ത് HDFC ബാങ്ക് ഉണ്ട്, അതിനോടൊപ്പം തന്നെ യെസ് ബാങ്ക് പോലെയുള്ള ഈ ഒരു മേഖലയിലെ പ്രധാനപ്പെട്ട പല ടിയറിൽപ്പെട്ടുള്ള കമ്പനികളുടെയൊക്കെ റിസൾട്ടുകൾ എത്തുകയാണ്. അതിൽ HDFC ബാങ്കിനെ സംബന്ധിച്ചിട്ട് തന്നെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം HDFC ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള അപ്സൈഡ് മൂവ്മെൻറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിട്ടും പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് തന്നെയാണ് കുറച്ച് മുമ്പ് നമുക്ക് നിഖിൽ നമ്മളോടൊപ്പം പങ്കുവച്ചിരുന്നത്. ഇന്നിപ്പോൾ ഏകദേശം ഒരു ബെഞ്ച് മാർക്കിൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് HDFC ബാങ്ക് ഓഹരികൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ നിഫ്റ്റിയുടെ ആ ഒരു 480-ലധികം പോയിന്റ്സിൻ്റെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ കരുത്ത് പകർന്നിരിക്കുന്ന ഒരു ഓഹരി എന്ന് വേണമെങ്കിൽ ഒരു ഹെവി വെയിറ്റ് എന്നുള്ള HDFC ബാങ്കിനെ നമുക്ക് വിശേഷിപ്പിക്കാനും സാധിക്കും. നിലവിൽ 1872.5 എന്നൊരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു ഓൾ ടൈം ഹൈ പരിശോധിക്കുകയാണെങ്കിൽ 1880 രൂപയാണ്. ഒരുപക്ഷെ ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്കിൽ വളരെ ഒരുപക്ഷെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിനേക്കാളും ഔട്ട് പെർഫോമൻസ് നടത്താനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള ഡീറ്റെയിൽസ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലം നിലനിർത്തിക്കൊണ്ട് തന്നെ HDFC ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? എനിക്ക് ബാങ്കിങ് മേഖലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് HDFC ബാങ്ക്. കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ഈ കമ്പനിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു റിട്ടേൺ കൺസിസ്റ്റന്റ് ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് HDFC ബാങ്ക്.
ആൻഡ് നമ്മൾ ഓർക്കുന്നുണ്ടാകും, ഏകദേശം ഒരു 1.5 വർഷം മുൻപായിരുന്നു HDFC ബാങ്ക് HDFC ആയിട്ട് മേർജ് ചെയ്തത്. അതിനെ തുടർന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ബാങ്കും ലോകത്തുള്ള ടോപ്പ് 10 ബാങ്കുകളിൽ ഒരു ബാങ്കായിട്ടും HDFC ബാങ്കിന് മാറാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഏത് പോർട്ട്ഫോളിയോയിലും നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് HDFC ബാങ്ക്. ബട്ട് ഈ സ്റ്റോക്കിന്റെ ഒരു പ്രോബ്ലം ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നിഫ്റ്റി 50-ലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ ഇല്ല. ഫണ്ടമെന്റലി ഓൾസോ ഫാന്റാസ്റ്റിക് സ്റ്റോക്ക്. ആൻഡ് തീർച്ചയായിട്ടും എൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ ഈ സ്റ്റോക്ക് നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ നൽകും. അതിനോടൊപ്പം തന്നെ യെസ് ബാങ്കിൻ്റെ റിസൾട്ട് കൂടി ഈ ഒരു വീക്കിൽ എത്തുന്നുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിക്ഷേപകരെ പാടെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനം നടത്തിയ ഓഹരി കൂടിയാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ വീണ്ടും നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ്, ട്രെൻഡ് റിവേഴ്സലൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു എങ്കിൽ പോലും അവിടെ നിന്നൊന്നും ആ ഒരു പ്രതീക്ഷ നിലനിർത്താനായിട്ട് യെസ് ബാങ്കിൻ്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടില്ല നിലവിൽ. പക്ഷേ യെസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഏകദേശം ഒരു 1.5% ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്താനായിട്ട് യെസ് ബാങ്കിന് സാധിക്കുന്നുണ്ട്. യെസ് ബാങ്കിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ഫണ്ടമെന്റൽ ഒപ്പം തന്നെ ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയാണ്? അല്ല, നമ്മൾ ടെക്നിക്കലി യെസ് ബാങ്ക് നോക്കുമ്പോഴേക്കും യെസ് ബാങ്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 18 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 19 രൂപ 75 പൈസയും അതിനുശേഷം വളരെ മേജർ റെസിസ്റ്റൻസ് 20 രൂപ 50 പൈസയിലും കാണുന്നത്. സോ ഈ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കുന്നത് വളരെ വളരെ റിസ്കി ആയിരിക്കും. ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഈ കമ്പനിക്ക് ഒത്തിരി പ്രോബ്ലംസ് കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ടുണ്ട്. ആ ഒരു പ്രോബ്ലം ഒന്നും തന്നെ തീർന്നിട്ടില്ല എന്ന് തന്നെ നമ്മൾ മറക്കരുത്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ഒരു 54,000 കോടി രൂപയുണ്ട്. ഇതിന്റെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴും പ്രോഫിറ്റ്സ് ഒന്നും തന്നെ നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല. ആൻഡ് കമ്പനി അതുകൊണ്ട് തന്നെ നമുക്ക് ഡിവിഡൻഡും നൽകുന്നില്ല. കമ്പനിയുടെ റവന്യൂ ഗ്രോത്തും വളരെ മികച്ചതല്ല. ആൻഡ് ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിൽ ഈ കമ്പനിക്ക് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഒരു ഫൈനാൻഷ്യലി നല്ലൊരു കാര്യം ഒന്നും തന്നെ പറയാനില്ല. അപ്പോൾ ഈ ഒരു ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോൾ ഈ കമ്പനിക്ക് ഒരു ടേൺ അറൗണ്ട് നൽകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം വിലയിരുത്തണം. അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ നോക്കാം. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ താങ്കൾ HDFC ബാങ്ക് താങ്കളുടെ ഒരു ഫേവറേറ്റ് സ്റ്റോക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. HDFC ബാങ്ക് അല്ലാതെ ഈ ഒരു സെക്ടറിലെ താങ്കളുടെ ഒരു ഫേവറേറ്റ് സ്റ്റോക്ക് ലിസ്റ്റ് ഏതൊക്കെയായിരിക്കും? ഏത് ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിൽ പൊസിഷൻസ് നോക്കാം. കറക്ഷൻ നടക്കുന്ന ആക്സിസ് ബാങ്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ട്. ICICI ബാങ്ക് ആൻഡ് കോട്ടക് ബാങ്കിൽ ഒരു ഡിസ്ക്ലോഷർ. കോട്ടക് ബാങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു പൊസിഷൻ ഉണ്ട്. അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇൻസിഡന്റ്ലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും എനിക്ക് പേഴ്സണലി നിലവിലുണ്ട്. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ബജാജ് ഫിനാൻസ് ഒരു ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിട്ട് നിലവിൽ ഏകദേശം ഒരു 2% നേട്ടത്തിൽ, കറക്റ്റ് പറയുകയാണെങ്കിൽ 1.98% നേട്ടത്തിൽ 9,097 എന്നൊരു നിലയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓൾ ടൈം ഹൈ ലെവൽ എന്ന് പറയുന്നത് 9,290 രൂപ എന്നൊരു നിലയാണ്. ആ ഒരു ഹൈ ലെവൽസിൽ നിലവിൽ ഓഹരികൾക്ക് നേരിയ തോതിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു മൊമെന്റത്തിന്റെ തോത് കുറഞ്ഞുവെങ്കിൽ പോലും മൊമെന്റം നിലനിർത്താനായിട്ട് ബജാജ് ഫിനാൻസ് ഓഹരികൾക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു NBFC മേഖലകൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു മേജർ, ഒരു ഡൊമിനന്റ് പ്ലെയർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കമ്പനിയാണ് ബജാജ് ഫിനാൻസ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് നമ്മളുടെ പല പ്രോഗ്രാമുകളിൽ നമ്മൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പല ബ്രോക്കറേജുകളുടെയും ഒരു ഫേവറേറ്റ് പിക്കായിട്ട് ബജാജ് ഫിനാൻസ് മാറിയിട്ടുണ്ട് എന്ന്. കാരണം ഇൻഡെക്സ് പലപ്പോഴും പലതരം, പ്രത്യേകിച്ചും 2025 ആരംഭിച്ചപ്പോൾ മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോഴേക്കും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇന്ത്യൻ വിപണികൾ നേരിട്ടപ്പോൾ പോലും അതിനിടയിൽ പിടിച്ചു നിന്ന് കരുത്ത് കാട്ടിയ ഒരു ഓഹരിയാണ് ബജാജ് ഫിനാൻസ് എന്ന് പറയുന്നത്. വീണ്ടും ഇപ്പോൾ ഈ ഒരു ഓൾ ടൈം ഇൻഡെക്സിന്റെ പെർഫോമൻസിനോടൊപ്പം തന്നെ ആ ലെവലിലേക്ക് കുതിക്കാനായിട്ട് ബജാജ് ഫിനാൻസിന് സാധിച്ചിട്ടുണ്ട്. ബജാജ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഫിനാൻസ് അല്ല പറഞ്ഞത് വളരെ ശരിയാണ്. എൻ്റെ
ഫേവറേറ്റ് ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. ബട്ട് ബജാജ് ഫിനാൻസ് നമ്മൾ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം നിഫ്റ്റി 50 ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ്. ആൻഡ് ബജാജ് ഫിനാൻസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് ബുള്ളിഷ്. ഇന്ന കാലത്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയിട്ടായിരുന്നു നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ നൽകിയിരിക്കുന്നത്. അതിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. ഏതായാലും മനീഷ് ചന്ദ്രൻ സാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ ഇപ്പം സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻഡിഗോനെ സംബന്ധിച്ചിട്ടാണ്. കാരണം ഇൻഡിഗോയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വീക്കിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടക്കം ഒരു ചരിത്രം കുറിക്കാനായിട്ട് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഓഹരിയെ സംബന്ധിച്ചിട്ട് മോത്തിലാൽ ഒസ്വാളുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ചില അപ്ഡേഷൻസ് ആണ് എത്തിയിരിക്കുന്നത്. ഒരു ബൈ കോൾ നൽകിയിട്ടുണ്ട്. ഓഹരികളിൽ ഏകദേശം ഒരു 6550 രൂപ വരെ ഉയരാനുള്ളൊരു സാധ്യതയാണ് മോത്തിലാൽ ഒസ്വാളിലെ അനലിസ്റ്റുകൾ കാണുന്നത്. ഇൻഡിഗോയെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു ടെക്നിക്കൽ വ്യൂ എന്താണ്? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നതാണ് ഇൻഡിഗോ. ആസ് ഓഫ് നൗ ഇപ്പോൾ ഏകദേശം ഏറ്റവും മികച്ചൊരു എയർലൈൻ ആണ്. ഓൺ ടൈമിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട്, കാരണം ഓയിലിന്റെ ഒക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വന്നത് കൊണ്ടുമാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ദെൻ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് പെർഫോമിംഗ് ഓപ്പറേറ്റിംഗ് എയറോപ്ലെയിൻ കമ്പനി ആയിട്ട് മാറിയിരിക്കുകയാണ് ഇൻഡിഗോ. സോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വാസ്റ്റ്ലി ഒരു ഓപ്പർച്യൂണിറ്റി ഇസ് ദയർ. അപ്പൊ ഇതിന്റെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ആൾറെഡി നമ്മളെ ബജാജ് ഫിനാൻസ് പറഞ്ഞതുപോലെ തന്നെ അഗൈൻ ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇപ്പൊ ഒരു ടോപ്പ് ലെവലിലേക്ക് അഗൈൻ വന്നിട്ടുണ്ട്. ഈ ലെവലിൽ നിന്ന് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ബ്രോക്കറേജ് പറഞ്ഞ ആ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത്. അഗൈൻ 6000 മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ്. പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് നമുക്ക് അത് വാച്ച് ചെയ്യാൻ പറ്റുന്നത്. പാറ്റേൺ ഈസ് വെരി വെരി പോസിറ്റീവ്. ഓരോ ടൈമിലും അതിനെ മുകളിലേക്ക് പോവുകയാണ് കാണുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്സും ഫോർവേഡ് വരുമ്പോഴേക്ക് തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്സൈഡ് എടുക്കുന്ന രീതിയിൽ സ്റ്റോക്സിന്റെ ഒരു പാറ്റേൺ കാണുന്നത്. ഷോർട്ട് ടൈമിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ട് സെയിം വ്യൂ അത് മെയിൻറ്റെയിൻ ചെയ്യും ഞാൻ പ്രതീക്ഷിക്കുന്നു. സാർ, ഇപ്പോൾ റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഒരു വീക്ക് ഇന്ത്യൻ വിപണികളെ സംബന്ധിച്ചിട്ട് ഈ ഒരു താരിഫ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യൻ വിപണികളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ ഒരു കോർപ്പറേറ്റ് റിസൾട്ട്സ് തന്നെയായിരിക്കും. ഈ ഒരു വീക്കിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ ഓൾറെഡി പ്രദീപ് സാറിനോട് HDFC ബാങ്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് IT മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ്. കാരണം IT യെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വീക്കിൽ TCS റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റിൻ്റെ എസ്റ്റിമേഷൻ ഉയരാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ആ ഒരു മാനേജ്മെൻറ്റ് കമൻട്രി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് കമ്പനിയെ സംബന്ധിച്ചിട്ട് ഡൊമസ്റ്റിക്കലി ഇഷ്യൂസ് ഇപ്പോൾ വലിയ തോതിലില്ല. പക്ഷേ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു പ്രതിസന്ധികൾ, പ്രത്യേകിച്ചും ഈ ഒരു ട്രംപിൻ്റെ അടക്കമുള്ള പ്രഖ്യാപനങ്ങളും അതിൽ തുടർന്നുണ്ടാകുന്ന ട്രേഡ് ഇക്വേഷൻസിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെയാണ് കമ്പനിക്ക് ഒരു തിരിച്ചടി ആയിരിക്കുന്നതെന്നാണ് പ്രധാനമായിട്ടുമുള്ള അനലിസ്റ്റുകളുടെ ഒക്കെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഈ ഒരു വീക്കിലേക്ക് വരുമ്പോൾ ഇൻഫോസിസിൻ്റെ റിസൾട്ട് കൂടി ഇപ്പോൾ എത്താനിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലത്തെ ഒരു ബ്രോക്കറേജസിൻ്റെ ഒക്കെ ഒരു വ്യൂ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സീക്വൻഷ്യൽ ബേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറവ് ഏകദേശം ഒരു 0.5% മുതൽ ഒരുപക്ഷെ 2.3% വരെ കുറവ് വരുമാനത്തിൽ ഉണ്ടായേക്കാം എന്നൊരു അനുമാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇൻഫോസിസിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? CNS IT സംബന്ധിച്ചിടത്തോളം തന്നെ കുറച്ച് ഡൗൺ, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, കുറച്ച് ഡൗൺ ട്രെയിൻ ആണ് ഇപ്പോൾ ഇൻഡെക്സ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ കമ്പനികളുടെ പെർഫോമൻസിന്റെ ഡൗൺ സൈഡ് തന്നെയാണ്. അതൊരു കറക്റ്റീവ് ആക്ഷൻസ് ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇൻഫോസിസ് നല്ലൊരു കറക്ഷൻസിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 2000 ലെവലിൽ നിന്നാണ് നമ്മൾ കറക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. അഗെയിൻ അത് വീണ്ടും 1600 വന്നു. അവിടെ നിന്ന് ചെറിയൊരു മൂവ്മെന്റ്സ് വന്നു. അത് കഴിഞ്ഞ് 1400. അഗെയിൻ എനിക്ക് തോന്നുന്നത് വീണ്ടും ഒരു ഡൗൺ ട്രേഡ് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. 1200, 1000 ലെവലിലേക്ക് അത് സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് ഒരു റീറ്റെയിലെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ വ്യൂയിലേക്ക് അത് മാറുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് ചാർട്ടിൽ കാണാൻ കഴിയുന്നത് ഒരു ഡൗൺ ട്രെൻഡ് ട്രെയിനാണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിലുണ്ട്. സോ ഇറ്റ് വിൽ കം ടു 1200 ലെവലിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, പ്രദീപ് സാറിലെ കൂടി വരികയാണ്. സർ, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന ഇൻഫോസിൽ അദ്ദേഹം ഒരു ഡൗൺ ട്രെൻഡ്, ഒരു പക്ഷേ ഒരു ഷോർട്ട് ടൈമിൽ ഒരു ഡൗൺ ട്രെൻഡാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇൻഫോസിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, നമുക്ക് ഇൻഫോസിസ് ഒറ്റയ്ക്ക് ഐസൊലേഷനിൽ സ്റ്റഡി ചെയ്യാൻ സാധിക്കത്തില്ല.
നമ്മൾ IT മേഖല സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ IT ഇൻഡെക്സ് ആയിരിക്കും ആദ്യം സ്റ്റഡി ചെയ്യേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ നവംബർ മാസത്തിൽ 46,000 പോയിന്റിന്റെ ഒരു ഹൈ നൽകിയതിന് ശേഷം ഹെവി സെല്ലിംഗ് ആണ് നമുക്ക് നിഫ്റ്റി IT ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷിയായി മാറിയിരിക്കുക. സോ IT സെക്ടറിൽ നമ്മൾ ഇൻഫോസിസ് ആവട്ടെ, TCS ആവട്ടെ, വിപ്രോ ആവട്ടെ, HCL ടെക്നോളജി ആവട്ടെ, കൊഫോജ് ആവട്ടെ, ഇതിലൊക്കെ നമുക്ക് ഹെവി സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഇന്നിപ്പോൾ നമ്മളോട് ജോയിൻ ചെയ്യുന്ന മറ്റൊരു ഗസ്റ്റ് എന്ന് പറയുന്നത് അഹല്യ ഫിൻഫോറക്സിൻ്റെ വൈസ് പ്രസിഡന്റും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള മിസ്റ്റർ അനീഷ് ചന്ദ്രൻ CV ആണ്. പ്രധാനമായിട്ടും ഇന്നിപ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ചില കമ്പനികളെ സംബന്ധിച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഷുറൻസ് മേഖലയിൽ നിന്നുള്ള ICICI ഗ്രൂപ്പിൽ നിന്നുള്ള 2 കമ്പനികളുടെയും റിസൾട്ട് ഇന്ന് എത്താനിരിക്കുകയാണ്. ICICI ലൊംബാർഡിൻ്റെ റിസൾട്ടും എത്തുന്നു. ഒപ്പം തന്നെ ICICI പ്രുഡൻഷ്യൽ ലൈഫിൻ്റെ റിസൾട്ടും ഇന്നിപ്പോൾ വരാനിരിക്കുകയാണ്. ICICI ലൊംബാർഡിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ പ്രുഡൻഷ്യൽ ലൈഫിനെ സംബന്ധിച്ചും താങ്കളുടെ ഒരു എക്സ്പെർട്ട് വ്യൂ എന്താണ്? ഫസ്റ്റ് നമുക്ക് ICICI ലൊംബാർഡിലേക്ക് നോക്കാം. ICICI ലൊംബാർഡിലെ ഒരു കൺസോൾട്ടേഷൻ ആണ് കാണാൻ കഴിയുന്നത്. ഒരു 1600 ഒരു 2000 ലെവലിൽ നമുക്കൊരു കൺസോൾട്ടേഷൻസ് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം പീരീഡ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നു. സോ ഒരു റിസൾട്ട് ഒരു എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു റിസൾട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മുകളിലോട്ടുള്ള മൂവ്മെന്റ്സിനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് ഒരു ബാൻഡ് വിത്തിലേക്കാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. 1600 ആൻഡ് 2000 ലെവലിലാണ് ഇതിന്റെ ട്രേഡിംഗ് വരുന്നത്. എങ്കിൽ നമുക്ക് 2000ലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ പോസിറ്റീവായിട്ട് വ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വോളിയം അതിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ദെൻ നമുക്ക് ICICI പ്രുഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റീപ്പ് കറക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എഗൈൻ അത് ഞാനൊരു വെയിറ്റ് ആൻഡ് വാച്ചുള്ള സിറ്റുവേഷനിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടെ കറക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള കറക്ഷൻ 800 ലെവലിൽ സ്റ്റാർട്ട് ചെയ്തു. അത് then it is come down to 500 ലെവലിലേക്കാണ് വന്നത്. ചെറിയ മാർക്കറ്റിന്റെ വോൾട്ടാലിറ്റി കൊണ്ട് ഒരു മൂവ്മെന്റ്സ് വന്നതാണ്. സോ ഞാൻ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ആ സ്റ്റോക്സിനെ വ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത്. സർ, ഏതായാലും പ്രദീപ് സാറിലെ കൂടി വരേണ്ടതുണ്ട്. പ്രദീപ് സാർ, ICICI ലൊംബാർഡ് പ്രുഡൻഷ്യൽ ലൈഫിനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ ICICI ലൊംബാർഡും ICICI പ്രുഡൻഷ്യലും രണ്ടും കമ്പയറബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് അല്ല. ഇതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസിലും ICICI പ്രുഡൻഷ്യൽ ഇസ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. സോ ICICI ലൊംബാർഡ് നോക്കുമ്പോഴേക്കും ICICI ലൊംബാർഡിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ആദ്യം തന്നെ 1850 അതിനുശേഷം 1930 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1590 രൂപയുടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ആൻഡ് ICICI പ്രുഡൻഷ്യലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ICICI പ്രുഡൻഷ്യലിൽ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ സ്റ്റഡി ചെയ്യേണ്ട മറ്റ് 2 സ്റ്റോക്സ് SBI Life and the second is HDFC Life. ഓക്കെ സർ, ഏതായാലും നമ്മളുടെ ഇന്നത്തെ ഒരു ടൈം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയം ആയിരിക്കുകയാണ്. ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ ആൻഡ് അനീഷ് ചന്ദ്രൻ സാർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഈ ഒരു ടൈം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. കൂടുതൽ എക്സ്പേർട്ട് ഒപ്പം തന്നെ മറ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഒക്കെ ആയിട്ട് നാളെ രാവിലെ 9:30 വീണ്ടും ഓപ്പണിംഗ് അവേഴ്സുമായിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.